ഹലോ ആൻഡ് വെൽക്കം. സോ ഇത് ഫസ്റ്റ് വീഡിയോ ആണ്. ഇങ്ങനൊരു ചാനലും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ബട്ട് റീസെൻ്റ്ലി ഞാൻ ആ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഇഷ്ടംപോലെ ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഒരു നല്ല സ്റ്റോർ എങ്ങനെ ഡെവലപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ സ്റ്റോർ ഉണ്ടാക്കി ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് ദ സ്റ്റോർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരുപാട് മെസ്സേജസ്. പിന്നെ നല്ല തീം എവിടെ നിന്ന് കിട്ടാന്നൊക്കെ ചോദിച്ചിട്ട്. സോ അതിൻ്റെ അകത്ത് കുറേ പേര് ചൂസ് ചെയ്തൊരു തീം എന്ന് പറയുന്നത് ഈ ഒരു തീമാണ് കൂടുതൽ ആൾക്കാരും ഇതിൻ്റെ തന്നെ എന്താ പറയുക ക്രാക്ഡ് വേർഷൻ. പക്ഷെ അത് എവിടുന്ന് ഒപ്പിച്ചെന്നൊന്നും അറിയില്ല. ബട്ട് ഇതാണ് അവർ യൂസ് ചെയ്തിരിക്കുന്ന ഒരു തീം. ഓക്കെ, സോ ഈ തീമിൻ്റെ ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചു തരാം. സോ ഈ ഒരു തീമിൻ്റെ പ്രശ്നം എന്താണെന്ന് അറിയാം, നമ്മൾ ഈ ടിപ്പിക്കലി ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലാവും ഈ ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ എന്താണെന്നുള്ളത്. ഓക്കെ, എല്ലാത്തിനും സെയിം സ്ട്രക്ചർ ആയിരിക്കും, സെയിം ഫീച്ചർ ആയിരിക്കും. സോ ഈ ഒരു വേവി ഇതൊക്കെ ഒരുവിധം എല്ലാ സ്റ്റോറിൻ്റെ അകത്തും കാണുന്നത് ഈ ഒരു വേവി സ്ട്രക്ചർ, പിന്നെ ഈ ഒരു ഈ ഒരു അനിമേഷൻസ് കാര്യങ്ങൾ. സോ ഇതിൽ നിന്നൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു പ്രീമിയം സ്റ്റൈലിൽ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാൻ ഈ ഒരു തീം ചെയ്തിട്ടുള്ളത്. ഞാൻ അതിൻ്റെ ഡെമോ ഞാൻ കാണിച്ചു തരാം. സോ ഇതാണ് ആ തീം നമ്മൾ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ചെയ്യാൻ പോകുന്നതും ചെയ്തതുമായിട്ടുള്ളൊരു തീം. സോ ബേസിക്കലി ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഫുൾ സ്ക്രീൻ ലാൻഡിങ് പേജ് ഉണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഈ ഒരു സിംഗിൾ പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ ചെയ്തത്. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഒരു മൾട്ടിപ്പിൾ ഒരു മാക്സിമം ഒരു 10 പ്രൊഡക്റ്റൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ തീം യൂസ് ചെയ്യാം. അല്ലാത്ത ആൾ ഒരിക്കലും ഈ തീം യൂസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ബേസിക്കലി ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ലാൻഡിങ് പേജ്. പിന്നെ ബാക്കി എല്ലാ തീമിലും മിസ്സായ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചത്, ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇമേജ് ആയിരിക്കും നമ്മൾ കൂടുതൽ യൂസ് ചെയ്തതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ. പക്ഷേ അതിൻ്റെ ഒരു പ്രൊഡക്റ്റ് ടാഗ് ഞാൻ ഒന്നിലും കണ്ടിട്ടുണ്ടായിട്ടില്ല. സോ അങ്ങനെയാണ് ഞാൻ ഈ ഒരു കൺസെപ്റ്റിലെത്തിയത്. ഈ ഒരു പ്രൊഡക്റ്റ് ടാഗ്, ഇതെന്ത് പ്രൊഡക്റ്റാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഇതിൽ ടാഗ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ആ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ്, മെയിൻ കോർ ഫീച്ചേഴ്സ് ഉണ്ടാവും. പിന്നെ അതിൻ്റെ ബിഫോർ ആഫ്റ്റർ സ്ട്രക്ചർ, നമുക്ക് എന്താ പറയുക ഒരു കമ്പാരിസൺ എങ്ങനെയാണ് ഇതിൻ്റെ. പിന്നെ ഇതൊരു റിവ്യൂ സെക്ഷനാണ്. ഓക്കെ, നിങ്ങളൊരു ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോർ ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് മസ്റ്റായിട്ടും വേണ്ട കുറച്ച് സെക്ഷൻസാണ് ഇതിൽ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളത്. ഇതിൽ ആഡ് ചെയ്യാത്ത ഒരുപാട് സെക്ഷൻസ് ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, പിന്നെ അത് പിന്നെയും നമ്മളെ ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള സെക്ഷൻ. നിങ്ങൾക്ക് കമ്പൽസറി ആയിട്ട് ഈ സെക്ഷൻസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് നോക്കിയിട്ട് ചൂസ് ചെയ്തിട്ട് ആഡ് ചെയ്യാം. പിന്നെ അതൊരു സ്റ്റോറി ടെല്ലിങ്, നിങ്ങൾ എങ്ങനെ ഈ ഒരു ഇതിലേക്ക് എത്തി എന്നുള്ളൊരു സ്റ്റോറി ടെല്ലിങ്. ബിക്കോസ് ദീസ് കൈൻഡ് ഓഫ് സെക്ഷൻസ് എന്താ പറയുക നന്നായിട്ട് വർക്ക് ചെയ്യും. കാരണം നിങ്ങളെ ഒരു സ്റ്റോർ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് പെട്ടെന്ന് അത് ഡ്രോപ്പ് ഷിപ്പിംഗ് സ്റ്റോറാണ് എന്ന് തോന്നില്ല. മനസ്സിലായി? അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റോറി പോലെ നിങ്ങൾക്ക് ഡേ 1 ഞാൻ ഫൈൻഡ് ചെയ്തതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും സൊല്യൂഷൻ കണ്ടെത്തിയതും ഈ ഒരു പ്രൊഡക്റ്റിലേക്ക് എത്തിയതൊക്കെ ആയിട്ടുള്ളൊരു സ്റ്റോറി ബിൽഡിങ്, ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഒരു സെക്ഷൻ എന്ന് പറയുന്നത് അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലുള്ള ഇൻസ്റ്റാഗ്രാം റീൽസും യൂട്യൂബ് ഷോർട്സൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ പ്രൊഡക്റ്റ് പേജ് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ഇതിൻ്റെ പ്രൊഡക്റ്റ് പേജ്. സോ ഈ പ്രൊഡക്റ്റ് പേജിൻ്റെ അകത്ത് നമുക്ക് ടൈറ്റിലും പ്രൈസും സെയിം ലൈനാണ് വരുന്നത്. ഞാൻ ബാക്കിയുള്ള തീംസിനെ പോലെ ഒരു ടിപ്പിക്കൽ ഇതല്ല ഞാൻ ഉദ്ദേശിച്ചത്. കുറച്ചും കൂടെ എന്താ പറയുക ഒരു കൺവേർഷൻ ഓറിയൻറ്റഡ് ടൈപ്പ് ഓഫ് തീമാണിത്. ഐ മീൻ നമുക്ക് അതിൻ്റെ സെക്കൻഡ് ലൈനിൽ നമുക്ക് പിൽസ് കാണാം, ഈ ഹാൻഡ് മെയ്ഡ് എക്കോ ഫ്രണ്ട്ലി എന്നുള്ള ഒരു പിൽസ്. ട്രസ്റ്റ് ബാഡ്ജസ് ഉണ്ട്. പിന്നെ ഈ ഒരു ഇത് റാൻഡം നമ്പേഴ്സാണ് കേട്ടോ, നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും എത്ര നമ്പേഴ്സ് വേണമെന്നുള്ളത്. പിന്നെ അതേപോലെ അടുത്തൊരു സെക്ഷനാണ് ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടാനുള്ള. നമുക്ക് ബേസിക്കലി വരിക ഒരു കോളത്തിൽ നമുക്ക് 1 ക്വാണ്ടിറ്റി സെലക്ട് ചെയ്യുക, എന്നിട്ട് ആഡ് ടു കാർട്ട് ബട്ടൺ അങ്ങനെയൊക്കെ എല്ലാം ഉണ്ടാവുക. ഇത് നിങ്ങൾക്ക് ആവറേജ് ഓർഡർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു സെയിം പ്രൊഡക്റ്റ് 23 BD മീൻസ് ബഹ്റൈൻ ദിനാർ. ഞാൻ കറൻ്റ്ലി ഇപ്പോൾ ഉള്ളത് ബഹ്റൈനിലായതുകൊണ്ട് ഞാൻ ഈ ദിനാറിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇത് ബൈ 1 എന്ന് പറയുമ്പോൾ 23. ഇപ്പോൾ നിങ്ങൾക്ക് ബൈ 2 ഇപ്പോൾ 2 എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒന്നിന് 20 BD മാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ 2 പ്രൈസ് എന്ന് പറയുന്നത് 41, അതിൻ്റെ ടോട്ടൽ എമൗണ്ട് ദ ആക്ച്വൽ എമൗണ്ട് 46. സോ ഈ ഒരു സെക്ഷൻ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്താ പറയുക ഇപ്പോൾ ഒരു
ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടാൻ പറ്റും. ഇപ്പോൾ ഒരാൾ ഒരു പ്രൊഡക്റ്റ് എടുക്കാൻ വരുന്ന ഒരാൾ അയാൾക്ക് ഈ ഒരു ഓഫർ കാണുന്ന സമയത്ത് ചിലപ്പോൾ അയാളുടെ ഹസ്ബൻഡിനോ അല്ലെങ്കിൽ അയാളുടെ വൈഫിനോ അല്ലെങ്കിൽ കുട്ടിക്കോ ആർക്കെങ്കിലും എക്സ്ട്രാ വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് 2 വാങ്ങിച്ചതിന് ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്ന സ്വാഭാവികമായിട്ട് അവർക്ക് 2 പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ള ഒരു ഇതുണ്ടാവും. സോ നിങ്ങൾക്ക് സെയിൽ കൂടും, പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഷിപ്പിംഗ് റേറ്റും കുറച്ച് കുറവായി കിട്ടും 2 ഒന്നിച്ച് ഒരേ സ്ഥലത്ത് ഷിപ്പ് ചെയ്യുന്ന സമയത്ത്. പിന്നെ അതേപോലെ റെക്കമെൻഡ് അഡാൻസും ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത് ആക്ച്വലി ബേസിക്കലി ഇതൊരു ക്രോസ് സെൽ. നിങ്ങൾക്ക് വേറെ ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പ്രൊഡക്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെക്ഷൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ വേറൊരു പ്രൊഡക്റ്റും കൂടെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത്ര പെർസെൻറ്റേജ് ഇത്ര ഓഫ് കിട്ടുന്ന ഒരു എന്താ പറയുക ഒരു ടൈപ്പ് ഓഫ് ക്രോസ് സെൽ. പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ അതിൻ്റെ വീഡിയോ റിവ്യൂ സെക്ഷൻ, പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ടെക്സ്റ്റൊക്കെ ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, റിവ്യൂ ടെക്സ്റ്റൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു ബിഗ് ബാനർ ടെക്സ്റ്റ്, പിന്നെ അതേപോലെ വീണ്ടും അതിൻ്റെ കുറച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങൾ, പിന്നെ സ്റ്റിക്കി ആഡ് ബട്ടൺ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ UI ഡിസൈൻസൊക്കെ ഒന്നും പറയാനില്ല, നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ അതിൻ്റെ റിവ്യൂസ് കാര്യങ്ങളൊക്കെ കാണാം ഇതിൻ്റെ അകത്ത്. ഓക്കെ, ദാറ്റ്സ് ബേസിക്കലി ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. സോ പിന്നെ ഞാൻ കാർട്ട് ഡ്രോയറും കൂടെ കാണിച്ചു തരാം. കാർട്ട് ഡ്രോയറിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഫ്രീ ഷിപ്പിംഗ് ബാർ ഉണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ ഒരു കാർട്ട് നോട്ടീസ്, യുവർ ഐറ്റംസ് ആർ നോട്ട് റിസർവ്ഡ്. നിങ്ങൾ ഐറ്റംസ് ഒന്നും റിസർവ്ഡ് അല്ല, പെട്ടെന്ന് ചെക്കൗട്ട് ചെയ്യുന്നത്. കാരണം ഈ അബാൻഡൻ കാർട്ടൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു സെക്ഷനൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ദ ഡെമോ. ആൻഡ് ഞാനിത് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെ ഇത് കസ്റ്റമൈസ് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ലെറ്റ്സ് ഗോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് വേണ്ടത് ഒരു shopify.com പോവുക, എന്നിട്ട് ട്രൈ ഫോർ ഫ്രീ കൊടുക്കുക. എന്നിട്ട് നിങ്ങളെ ഇമെയിൽ അഡ്രസ്സും പാസ്വേഡൊക്കെ വെച്ചിട്ട് രജിസ്റ്റർ ചെയ്യുക. സോ ബേസിക്കലി നിങ്ങൾ രജിസ്ട്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഇൻ്റർഫേസിലായിരിക്കും എത്തുക. ഓക്കെ, സോ ഇത് ആക്ച്വലി ഞാൻ ഷോപ്പിഫൈ പാർട്ട്ണർ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ അകത്ത് ഡെവലപ്മെൻറ്റ് സ്റ്റോറിൻ്റെ അകത്ത് ഇത് ബിൽഡ് ചെയ്യുന്നു. സോ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ട് ഇപ്പോൾ ഒരു ഹൊറിസോൺ തീം ഇപ്പോൾ കറൻ്റ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് ഡീഫോൾട്ടായിട്ട്. സോ നമുക്കിതിൻ്റെ അകത്ത് ഇമ്പോർട്ട് തീം കൊടുക്കുക. ഓക്കെ, പിന്നെ അപ്ലോഡ് സിപ്പ് ഫയൽ, ആഡ് ഫയൽ, ആൻഡ് നമ്മൾ ആ ഒരു ഫയൽ ചൂസ് ചെയ്ത് കൊടുക്കുക. സോ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ്റെ അകത്ത് ഇതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ ബേസിക്കലി ഇതൊരു ഫ്രീ തീമല്ല, ഇത് പെയ്ഡ് തീമാണ്. കാരണം ഇതിൻ്റെ അകത്ത് ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. മന്ത്ലി പെയ്ഡ് ആപ്ലിക്കേഷൻസ് ഒന്നും ഹെൽപ്പ് ഇല്ലാണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്റ്റോർ റൺ ചെയ്യാൻ പറ്റും ഒറ്റ സിമ്പിൾ തീമിൻ്റെ അകത്ത്. സോ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. സോ നമ്മൾ ബേസിക്കലി ഈ ഒരു തീം ഇൻസ്റ്റാൾ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, ആ തീം ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കതിൻ്റെ എഡിറ്റ് തീമിൽ പോയി കഴിഞ്ഞാൽ ആ കംപ്ലീറ്റ് സെക്ഷൻസ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ മുന്നേ നമുക്ക് ഈ തീം ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം. സോ അതിൻ്റെ ലൈസൻസ് കീ ജസ്റ്റ് എന്നിട്ട് ലൈസൻസ് കീ ആക്ടിവേറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഈ ഒരു ലൈസൻസ് കീ ഒരു തീമിൽ മാത്രമേ സപ്പോർട്ട് ചെയ്യൂ കേട്ടോ. പിന്നെ രണ്ടാമതൊരു തീമിൻ്റെ അകത്ത് സപ്പോർട്ട് ചെയ്യില്ല. ഓക്കെ, സോ ഈ തീം ആക്ടിവേറ്റ് ആയിട്ടുണ്ട്. സോ നമുക്ക് കംപ്ലീറ്റ്ലി ഇത് ഓൾമോസ്റ്റ് എവറിത്തിങ് ഈസ് ബിൽറ്റ് ഇൻ. സോ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ ഓരോ സെക്ഷൻസ് ചൂസ് ചെയ്യുക. ഓക്കെ, അതിന് മുന്നായിട്ട് നമുക്ക് ഇതിൻ്റെ കുറച്ച് കസ്റ്റമൈസേഷൻസ് പരിചയപ്പെടാം, ബേസിക് കസ്റ്റമൈസേഷൻസ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, തീമിൻ്റെ സെറ്റിങ്സ്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ലോഗോ കാര്യങ്ങളൊക്കെ ഈ ലെഫ്റ്റ് സൈഡിൻ്റെ അകത്ത് ഈ ഒരു ഗിയർ ഐക്കണിൽ പോവുക. ലോഗോ, ഫെവിക്കോൺ ഐറ്റംസ്, നിങ്ങൾക്ക് ലോഗോസും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റി കൊടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ തീം കളേഴ്സ്, ഈ തീം കളേഴ്സൊക്കെ ഇതിൻ്റെ അകത്തുനിന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഓരോ തീം കളേഴ്സ് ചൂസ് ചെയ്യുക. ഓക്കെ, സോ ബേസിക്കലി ഈ ഒരു തീമിന് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കംപ്ലീറ്റ്ലി ചെയ്തത്. നിങ്ങൾക്കിപ്പോൾ വേറെ കളറിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനനുസരിച്ചിട്ട് ഇത് മാറ്റാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കളറ് ഇപ്പോൾ ഈ ഒരു വൈറ്റിന് പകരം കുറച്ചും കൂടെ ഗ്രേയിഷ് ബാക്ക്ഗ്രൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഇത് കൊടുക്കാം. സോ ഈ സ്റ്റോറിൻ്റെ കംപ്ലീറ്റ് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ ചേഞ്ച് ആയി. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിപ്പോൾ ഫുൾ ബ്ലാക്ക് വേണം. ഓക്കെ, എന്നിട്ട് എനിക്ക് ഹെഡിങ്സും കാര്യങ്ങളൊക്കെ വൈറ്റ്. സോ നമുക്ക് എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം. സോ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൻ്റെ കുറേ സെക്ഷൻസൊക്കെ ബ്ലാക്ക് ആയിട്ടുണ്ട്, ബാക്കിയുള്ളതൊക്കെ വൈറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ബാക്കി നമുക്ക് കസ്റ്റമൈസേഷൻ്റെ അകത്ത് നോക്കാം എന്തൊക്കെയാണ് എങ്ങനെയാണെന്നുള്ളത്.
സോ റൈറ്റ് നൗ വിൽ കീപ്പ് ഇറ്റ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. സോ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് മാറ്റാൻ പറ്റും കേട്ടോ. പിന്നെ അടുത്തത് ടൈപ്പോഗ്രഫി. നിങ്ങളെ ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് മാറ്റാം. ബോഡി ടെക്സ്റ്റ്, സബ് ഹെഡിങ് ടെക്സ്റ്റ്, ഹെഡിങ്. സോ ബേസിക്കലി ബോഡി ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടെക്സ്റ്റിനെയാണ് ബോഡി ടെക്സ്റ്റ് എന്ന് പറയുക. പിന്നെ ഇത് ഹെഡിങ്. പിന്നെ സബ് ഹെഡിങ് എന്ന് പറയുന്നത് ചില സെക്ഷൻസിൽ നമ്മൾ സബ് ഹെഡിങ് യൂസ് ചെയ്യും, ചിലതിൽ ഹെഡിങ്ങും ബോഡിയും മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അതേപോലെ ആക്സെൻറ്റ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് ഇതിൽ നിന്ന് ഒക്കെ ഡിഫറെൻ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും എക്സ്ട്രാ അഡീഷണൽ ഫോൺസ് ഒക്കെ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ചൂസ് ചെയ്തിട്ട് നമുക്ക് ആക്സെൻറ്റ് ചൂസ് ചെയ്യും. ഓക്കെ, സോ ഇത് ടെക്സ്റ്റ് സൈസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. 56. പിന്നെ പേജ് ലേഔട്ട്. ഇതിൻ്റെ പേജ് ലേഔട്ട് ഇപ്പോൾ വൈഡ് ഉണ്ട്, നോർമൽ ഉണ്ട്, നാരോ ഉണ്ട്. സോ ഇതിൽ നിങ്ങൾക്ക് അനുസരിച്ചിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കറൻ്റ്ലി ഇതിപ്പോൾ സ്ക്രീൻ ചെറുതായതുകൊണ്ട് നിങ്ങൾക്ക് വൈഡ് ആയാലും നോർമലായിട്ടേ കാണുള്ളൂ. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു വലിയ സ്ക്രീനിലൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈഡ് ആംഗിളായിട്ട് നിങ്ങളെ സൈറ്റ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈഡ് ചൂസ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നോർമൽ കീപ്പ് ചെയ്യുക. പിന്നെ ഇല്ലാന്നുണ്ടെങ്കിൽ നാരോ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ ഈ ഒരു വിഡ്ത്തിലൊക്കെ കിട്ടുള്ളൂ, കുറച്ചും കൂടെ നാരോ ആയിട്ട്. ബിഗ് സ്ക്രീനിലാകുന്ന സമയത്ത് ഫുൾ സ്ക്രീൻ ഉണ്ടാവില്ല, കുറച്ചും കൂടെ വിഡ്ത്ത് കുറഞ്ഞിട്ടായിരിക്കും. പിന്നെ അനിമേഷൻസ് കാര്യം, ഇത് ബേസിക് ആയിട്ടുള്ള നമ്മളെ പേജ് ട്രാൻസാക്ഷൻസ് കാര്യങ്ങളൊക്കെ. സോ അടുത്താണ് ബട്ടൺസ്. നമുക്ക് ഈ ബട്ടൺസിൻ്റെ ഒക്കെ റേഡിയസ്, പിന്നെ ബോർഡേഴ്സ് വേണമെങ്കിൽ ബോർഡേഴ്സ് അതൊക്കെ ഇതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ അതേപോലെ ബട്ടൺസ്, കാർട്ടിൻ്റെ അകത്ത് നമുക്ക് കാർട്ട് ഡ്രോവർ വേണോ പേജ് വേണോ എന്നുള്ളത് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഡ്രോവർ ചൂസ് ചെയ്യുക. കാരണം നമ്മൾ ഡ്രോവറിൻ്റെ അകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പ്രൊഡക്റ്റ് ടൈറ്റിൽ കേസ്, നമുക്ക് കാർട്ടിലുള്ള പ്രൊഡക്റ്റ് ടൈറ്റിൽ അപ്പർ കേസിൽ വേണോ ഡീഫോൾട്ട് വേണോ എന്നുള്ളത് ഇത് ഇവിടെ ചൂസ് ചെയ്യാം. പിന്നെ അതേപോലെ പ്രൈസിൻ്റെ ഫോണ്ട്, സബ് ഹെഡിങ് വേണോ ബോഡി ഫോണ്ട് വേണോ എന്നുള്ളത്. ഓക്കെ, പിന്നെ ആഡ് ടു കാർട്ട്, നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ആഡ് ടു കാർട്ട് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡ്രോവർ ഓപ്പൺ ചെയ്ത് വരണോ എന്നുള്ള ഒരു സെറ്റിങ്സ് നമുക്കിത് ഡിസേബിൾ ചെയ്യാം, എനാബിൾ ചെയ്യാം. പിന്നെ അലോ നോട്ട് ടു സെല്ലർ, ഇത് നമുക്കിപ്പോൾ കറൻ്റ്ലി ഞാൻ ഡിസേബിൾ ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സെല്ലറിന് മീൻസ് കസ്റ്റമർക്ക് സെല്ലറായിട്ട് ഒരു ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സെക്ഷൻസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തിട്ടാണ്. പിന്നെ കാർട്ടിൻ്റെ അകത്ത് നമുക്ക് ഇതേപോലെ ഡിസ്കൗണ്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഇത് അലോ ചെയ്താൽ മതി. പിന്നെ ഇതെങ്ങനെ കസ്റ്റമൈസ് ചെയ്യാൻ നമുക്ക് നോക്കാം. സോ ബേസിക്കലി നമുക്ക് ഫസ്റ്റ് സെക്ഷൻ വരുന്നത് നമ്മൾ ഈ ഒരു ബാനർ സെക്ഷനാണ്. സോ ഇത് ജസ്റ്റ് ബാനർ സെക്ഷൻ്റെ അകത്ത് ക്ലിക്ക് ചെയ്യുക. സോ ഈ ഫസ്റ്റ് സെക്ഷൻ, ഈ അഡ്വാൻസ് ബാനറിൻ്റെ അകത്ത് നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് പിന്നെ ഈ ഒരു വേർഷൻസ് നമ്മൾ ഈ വ്യൂ ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം. ഇത് നമുക്ക് മൊബൈലിൽ എങ്ങനെ ഉണ്ടാവും നമുക്ക് ഇവിടെ നോക്കാം. പിന്നെ അതേപോലെ ഡെസ്ക്ടോപ്പ് എങ്ങനെ ഉണ്ടാവും നോക്കാം. ഓക്കെ, സോ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്, അതിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഡെസ്ക്ടോപ്പ് ഇമേജ് ഉണ്ട്, മൊബൈൽ ഇമേജ് ഉണ്ട്. പിന്നെ വീഡിയോ ആണെങ്കിൽ വീഡിയോ ചൂസ് ചെയ്യുക, എന്നിട്ട് അപ്ലോഡഡ് വീഡിയോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. സോ കറൻ്റ്ലി നമ്മൾ ഇമേജ് മാത്രം ചൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെസ്ക്ടോപ്പ് ഇമേജിൻ്റെ അകത്ത് പോവുക, സെലക്ട് ചെയ്യുക, എന്നിട്ട് ഞാൻ ഈ ഒരു ഇമേജ് ചൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് മുന്നേ ആഡ് ചെയ്ത് വെച്ചൊരു ഇമേജാണ് ഇത് ആക്ച്വലി. സോ ഈ ഒരു ഇമേജ് നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ആഡ് ചെയ്ത സമയത്ത് ഈ സെയിം ഇമേജ് തന്നെയാണ് മൊബൈലിൻ്റെ അകത്ത് വന്നിട്ടുള്ളത്. സോ നമ്മൾ ഈ മൊബൈൽ ഇമേജിൻ്റെ അകത്ത് ഈ ഒരു ഇമേജ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഇമേജ് മാറി മൊബൈൽ ഇമേജിൽ വേറൊരു ഇമേജ്. കാരണം നമുക്ക് ഈ മൊബൈലിൻ്റെ അകത്ത് കുറച്ചും കൂടെ വെർട്ടിക്കൽ ടൈപ്പ് ഓഫ് ഇമേജാണ് കുറച്ചും കൂടെ ഫിറ്റ് ആവുക. സോ അതിന് വേണ്ടിയിട്ടാണ് ഈ 2 ഇമേജ് ഓപ്ഷൻസ്. പിന്നെ അതേപോലെ വീഡിയോസ് ആണെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. യൂട്യൂബ് വീഡിയോസ് ആണെങ്കിൽ ഇത് ചൂസ് ചെയ്യാം. ഓക്കെ, സോ പിന്നെ വീഡിയോസിൻ്റെ കുറച്ച് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓട്ടോ പ്ലേ, ലൂപ്പ്, മ്യൂട്ടഡ്, കൺട്രോൾസ് വേണമെങ്കിൽ കൺട്രോൾസ്. ഓക്കെ, ഇതൊക്കെയാണ്. പിന്നെ ഇതിൽ നമുക്ക് ഈ ഇതിൻ്റെ ഹെഡിങ്സ്, ഡെസ്ക്ടോപ്പിൻ്റെ ഹൈറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു സ്ക്രീൻ ഹൈറ്റ്, ഈ ഒരു സെക്ഷൻ്റെ ഹൈറ്റ് നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് കൊടുക്കാം. ഓക്കെ, പിന്നെ അതേപോലെ മൊബൈലിൻ്റെ ഹൈറ്റും ഇവിടെ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതാണ് ബേസിക് സെറ്റിങ്സ്. പിന്നെ അതിൻ്റെ താഴോട്ട് പോയി കഴിഞ്ഞാൽ അതിൻ്റെ കണ്ടൻസും കാര്യങ്ങളൊക്കെ മാറ്റാം. ആൻഡ് ഈ ഒരു ബട്ടൻ്റെ ലിങ്ക് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ ചേഞ്ച് ചെയ്യാം. ഓക്കെ, ആൻഡ് ദ ബ്യൂട്ടിഫുൾ പാർട്ട്, ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ഇവിടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റ് നമുക്ക് ഇവിടുന്ന് ചൂസ് ചെയ്തിട്ട് സെലക്ട് ചെയ്യാം. കറൻ്റ്ലി ഈ ഒരു തീമിൻ്റെ അകത്ത് നമ്മൾ പ്രൊഡക്റ്റ് ആഡ് ചെയ്തിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ കറൻ്റ്ലി ഇപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രൊഡക്റ്റ് ഒന്നും കാണിക്കുന്നില്ല. അതെങ്ങനെ പ്രൊഡക്റ്റ് എങ്ങനെ ആഡ് ചെയ്യേണ്ടത് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഓക്കെ, ജസ്റ്റ് ബാക്കിൽ എക്സിറ്റ് അടിച്ച് പോവുക. ആൻഡ് ഡാഷ്ബോർഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് പ്രൊഡക്ട്സ് ഉണ്ടാവും. ഓക്കെ, ഈ പ്രൊഡക്ട്സിൻ്റെ അകത്ത്
ജസ്റ്റ് ആഡ് പ്രൊഡക്റ്റ് കൊടുക്കുക. എന്നിട്ട് ഇവിടെ പ്രൊഡക്റ്റ് ടൈറ്റിൽ ഇറ്റ്സ് ഡെമോ പ്രൊഡക്റ്റ്, നിങ്ങളുടെ പ്രൊഡക്റ്റ് ടൈറ്റിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടിക്കുക, ഡിസ്ക്രിപ്ഷൻ അടിക്കുക. ഓക്കെ, ഇമേജ് ജസ്റ്റ് ഒരു റാൻഡം ഇമേജ് ആണ് കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ കാറ്റഗറീസും കാര്യങ്ങളൊക്കെ ഇത് ഓട്ടോമാറ്റിക്കലി ഇതിൻ്റെ ഫോട്ടോസും ഇതിൻ്റെ ടെക്സ്റ്റ് ടൈറ്റിലൊക്കെ വെച്ചിട്ട് ഓട്ടോമാറ്റിക്കലി ഡിറ്റക്റ്റ് ചെയ്യും. ഓക്കെ, സോ പ്രൈസ് ഞാൻ ഒരു 19 കൊടുക്കുന്നുണ്ട്. പിന്നെ അതിന് നമുക്ക് കമ്പയർ പ്രൈസ് വേണമെന്നുണ്ടെങ്കിൽ 24, ബിഫോർ ഇറ്റ് വാസ് 24, ഇപ്പോൾ ഇത് 19. ഓക്കെ, പിന്നെ ക്വാണ്ടിറ്റി ഞാനൊരു 100 കൊടുക്കുന്നുണ്ട്. ആൻഡ് സൈസും കാര്യങ്ങളും കളേഴ്സും ഒന്നുമില്ല, ജസ്റ്റ് ഇത് മാത്രം. ആൻഡ് കളക്ഷൻസ് വിൽ ഗോ ഹോം പേജ്. ഇത് ജസ്റ്റ് റാൻഡം ആട്ടോ. നിങ്ങൾ മെയിൻ പ്രൊഡക്റ്റൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടെ ChatGPT-നോടൊക്കെ ചോദിച്ചിട്ട് പ്രൊഡക്റ്റ് ഡിസ്ക്രിപ്ഷനും പ്രൊഡക്റ്റ് ടൈറ്റിലൊക്കെ SEO ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് ആ മെയിൻ പേജിൽ വരുന്നുണ്ട് നോക്കാം. ഓക്കെ, സോ ജസ്റ്റ് സേവ് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് റീഫ്രഷ് ആവും. ആൻഡ് അഗെയിൻ നമ്മൾ ബാക്കിൽ താഴേക്ക് പോയി കഴിഞ്ഞാൽ സെലക്ട് പ്രൊഡക്റ്റിൻ്റെ ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഈ ഇവിടെ വന്ന് ഇതിൻ്റെ പ്രൊഡക്റ്റ് ആഡ് ചെയ്ത് കൊടുത്ത്, സോ ആ പ്രൊഡക്റ്റ് ഇവിടെ ടാഗ് വന്നിട്ടുണ്ട്. സോ ഇതിൽ നമുക്കിപ്പോൾ ഓവർ ചെയ്യുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ആണ് വന്ന് കാണിക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ചേഞ്ച് ചെയ്യാൻ നോക്കാം. സോ ഇതിൽ നമുക്ക് കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കാർട്ടേക്ക് ആൻഡ് ഹോവർ ബാക്ക്ഗ്രൗണ്ട്. സോ ഇത് നമുക്ക് ബ്ലാക്ക് ഉള്ളത് കറൻറ്റ്ലി ബ്ലാക്ക് കീപ്പ് ചെയ്യാം. ആൻഡ് ഐ ക്യാൻ കളർ ഇത് നമുക്ക് കുറച്ചും കൂടെ മാറ്റിയിട്ട് കുറച്ച് പ്യൂർ വൈറ്റ് കൊടുത്ത് നോക്കാം. And yeah, it looks fine now. No changes. Okay, so this is how the first advanced banner looks like. And the second, we have one mark you section here. So ഇത് നമുക്ക് സോ അടുത്ത നമുക്ക് വരുന്നത് ഈ ഒരു മാർക്ക് യു സെക്ഷനാണ്. ഈ സെക്ഷനിൽ നമുക്ക് നമ്മുടെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. ജസ്റ്റ് ബേസിക്കലി നോ മോർ സ്ലിപ്പിംഗ് വർക്കൗട്ട്സ്, പിന്നെ മീൻസ് നിങ്ങളുടെ പ്രൊഡക്റ്റ് എന്താണോ അതിനനുസരിച്ചുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ എത്തിച്ചേർക്കാം. പിന്നെ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്കൊരു ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കറൻ്റ്ലി ഞാൻ ഇതിൻ്റെ ഇടയിൽ ഈ ഒരു ഇമേജ് ആഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ എന്നിട്ട് ആ ഇമേജ് എനിക്ക് അതിൻ്റെ ഇമേജ് വിഡ്ത്തും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം. ഇപ്പോൾ കറൻ്റ്ലി ഡെസ്ക്ടോപ്പിൽ നമുക്ക് അതിൻ്റെ സൈസ് കുറച്ചും കൂടെ ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. പിന്നെ അതിൻ്റെ ടെക്സ്റ്റ് സൈസും കാര്യങ്ങളൊക്കെ ഇവിടെ സെപ്പറേറ്റ്, ഡെസ്ക്ടോപ്പിൽ ഒരു സൈസ്, പിന്നെ അതേപോലെ മൊബൈലിൻ്റെ അകത്ത് വേറൊരു സൈസ്, അങ്ങനെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആൻഡ് അടുത്ത സെക്ഷനാണ് നമുക്ക് ഈ ഒരു ബാനർ ഫീച്ചേഴ്സ്. ബാനർ ഫീച്ചേഴ്സിൽ ബേസിക്കലി വരുന്നത് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ചൂസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ഓൺ ഇമേജ് ആണുള്ളത്. സോ നമുക്കത് അണ്ടർ ഇമേജ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇത് അണ്ടർ ഇമേജ് ചൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ഇതിൻ്റെ താഴേക്ക് വരും. ഓക്കെ, പിന്നെ ഇതിൻ്റെ താഴെ നമുക്ക് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക, ഇതിൻ്റെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് ഭയങ്കര കസ്റ്റമൈസബിളാണ്. ഈ ഓരോ സെക്ഷൻസും ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ ദി ബാനർ സെക്ഷൻ ഗോസ്. ആൻഡ് പിന്നെ അടുത്തത് നമുക്ക് ബിഫോർ ആഫ്റ്റർ സ്ലൈഡർ. ഇതിൻ്റെ അകത്ത് സിംപ്ലി നമുക്കിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇമേജ് ഇവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം. സി ബിഫോർ ഇമേജ്. ഓക്കെ, I choose this one as a before image, and this image I choose as an after image. So basically ഈ ഒരു ഇമേജ് രണ്ട് ഇമേജും കൂടെ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, ബിഫോർ ആൻഡ് ആഫ്റ്റർ. സോ അതാണ് ഈ ഒരു സെക്ഷൻ.
സോ ഇതും ഈ ഒരു സെക്ഷൻ്റെ അകത്തും നമുക്ക് നമുക്ക് ബിഫോർ ആഫ്റ്റർ തന്നെ ചൂസ് ചെയ്യാൻ പറ്റും. അതിലൊരു ഇത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നിങ്ങൾ ഈ എല്ലാ സെക്ഷൻസും യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആവുന്ന നിങ്ങളെ പ്രൊഡക്റ്റിന് മാച്ച് ചെയ്യുന്ന സെക്ഷൻസ് മാത്രമാണ് നിങ്ങൾ യൂസ് ചെയ്യുക. ഓക്കെ, സോ ഈ ഒരു ബിഫോർ ആഫ്റ്റർ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് 3 സെക്ഷൻസ് കാണാൻ പറ്റും. തംബ്നെയിലുണ്ട്, ബിഫോർ ഇമേജ് ഉണ്ട്, ആഫ്റ്റർ ഇമേജ് ഉണ്ട്. ഓക്കെ, സോ തംബ്നെയിൽ ഇമേജ് ഞാൻ ഇത് ചൂസ് ചെയ്ത്. ഓക്കെ, ബിഫോർ ഇമേജ് ചൂസ് ചെയ്ത്. ഇനി ആഫ്റ്റർ ഇമേജ് ഞാൻ ഇത് ചൂസ് ചെയ്ത്. സോ ഈ ഒരു ഇമേജ് ഇവിടെ അപ്പിയർ ആയിട്ടുണ്ട്. ഓക്കെ, സോ ബേസിക്കലി നിങ്ങൾ ഇമേജ് ചൂസ് ചെയ്യുമ്പോൾ ഈ സെയിം ഹൈറ്റിലുള്ള ഇമേജിനെ ചൂസ് ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ അത് രണ്ടും കൂടെ മിസ്മാച്ച് ആവും. ഓക്കെ, നിങ്ങൾ അങ്ങനെ ഇമേജ് എഡിറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ക്യാൻവയോ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഇമേജ് ഒപ്റ്റിമൈസ് ചെയ്ത് വെക്കുക ആദ്യം തന്നെ. പിന്നെ ഇത് ടെക്സ്റ്റ്, ഈ ഒരു ടെസ്റ്റിമോണിയലിൻ്റെ ടെക്സ്റ്റ് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. പിന്നെ ഓതർ നെയിം ഉണ്ട്, കൺട്രി. ഓക്കെ, കൺട്രി നമുക്ക് എഴുതേണ്ട ആവശ്യം വരുന്നില്ല ചിലപ്പോൾ. ഈ കൺട്രി വേണ്ട അല്ലെങ്കിൽ ഓതർ നെയിം വേണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇത് ഡിലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ. സെൻറ്റർ ഇമേജ്, ഇപ്പോൾ ഒരു ഇമേജ് സെലക്ട് ചെയ്ത്. ഓക്കെ, അപ്പോൾ ആ ഒരു ഇമേജിൻ്റെ സ്റ്റോബിക്. ഓക്കെ, സോ നമ്മളൊരു ഇമേജ് സെലക്ട് ചെയ്ത്, സോ ആ ഇമേജിന് നമുക്ക് കുറച്ച് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ അതിൻ്റെ ലിസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഫീച്ചേഴ്സ് എൻ്റെ ബാക്കിൽ ഫീച്ചർ 1 ഇതിൽ പോവാം. എന്നിട്ട് ഫീച്ചർ ടൈറ്റിൽ, ഫോർ എക്സാമ്പിൾ ഫ്രീ സ്പേസ്, ജസ്റ്റ് എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു സെക്ഷൻ ബേസിക്കലി എന്താ പറയുക, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് തന്നെ എന്തെങ്കിലുമൊക്കെ അഡീഷണലായിട്ട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഇമേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഈ ഒരു ജസ്റ്റ് ടെക്സ്റ്റിൻ്റെ അടുത്ത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇവിടുന്ന് ടെക്സ്റ്റ് മാറ്റി കൊടുക്കുക. ഓക്കെ, പിന്നെ അതേപോലെ ഈ ഒരു ടെക്സ്റ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ മാറ്റാം. പിന്നെ നിങ്ങൾക്ക് അഡീഷണലി ഇതിൻ്റെ കൂടെ ഒരു ബട്ടൺ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, പ്ലസ് ഐക്കൺ, എന്നിട്ട് സെർച്ച് ഫോർ ബട്ടൺ. ഇപ്പോൾ ഇവിടെ ബട്ടൺ അപ്പിയർ ആവും. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഹൈറ്റും ഇതൊക്കെ കൂട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ ടോപ്പ് അല്ലെങ്കിൽ ഒരു 60 കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ബോട്ടത്തിലൊരു 60 കൊടുക്കുക. ഇതേപോലെ നിങ്ങൾക്ക് ഇതിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൂട്ടാൻ പറ്റും. ഓക്കെ, എന്നിട്ട് അത് നമുക്കൊരു പ്രിവ്യൂവിൽ നോക്കി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഓക്കെ, സോ ഇതാണ് ആ സെക്ഷൻ. ഇത് അപ്ഡേറ്റ് ആയിട്ടുണ്ട്. പിന്നീട് അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇൻട്രാക്റ്റീവ് ടൈം ലൈൻ സെക്ഷൻ. ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ്. എന്താ പറയുക, നമ്മൾ സ്റ്റോറി ടെല്ലിങ് ഇഷ്ടമല്ലാത്ത ആരുമില്ല. സോ നിങ്ങൾക്കൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത ഒരു സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡേ 1 നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങളെ പ്രോഗ്രസ് കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതി വെക്കാൻ പറ്റും. ഓക്കെ, ഇത് ബേസിക്കലി നിങ്ങൾക്ക് ഇതാ മൈൽ സ്റ്റോൺ 1 ഉണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഡേ 1, ഓക്കെ, നിങ്ങൾ എന്താ ചെയ്തതെന്നുള്ളത്, നിങ്ങൾ ആ പ്രൊഡക്റ്റ് ഫൈൻഡ് ചെയ്യാനുള്ള റീസൺ, നിങ്ങൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ളത്. ഇത് ബേസിക്കലി ഈ സെക്ഷൻസൊക്കെ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ അകത്ത് ബിൽഡ് ചെയ്ത, ഇതൊക്കെ വർക്കൗട്ട് ആകുന്നുള്ള 100% ഗ്യാരണ്ടിയിൽ ബിൽഡ് ചെയ്ത ഒരു സെക്ഷൻസൊക്കെയാണ് ഇതൊക്കെ. പിന്നെ ഈ UGC വീഡിയോസ് കാര്യങ്ങളൊക്കെ, ഇത് ബേസിക്കലി എന്താ പറയുക, നിങ്ങൾ വീഡിയോസ്, നിങ്ങളെ ഷോർട്സും യൂട്യൂബ് ഷോർട്സും അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇതിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. കറൻറ്റ്ലി ഇപ്പോൾ വീഡിയോസൊന്നും ഇല്ല എൻ്റെ കയ്യിൽ. ഓക്കെ, സോ ഇതേപോലെ നിങ്ങൾക്ക് ഇവിടെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ, ഈ വീഡിയോൻ്റെ താഴെ തന്നെ ടെക്സ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ടെക്സ്റ്റ് നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളെന്ത് ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നോ അത് ഇവിടെ അപ്ഡേറ്റ് ആയി വരും. പിന്നെ റിവ്യൂ സ്റ്റാർസ് നിങ്ങൾക്ക് വേണ്ടെന്നുണ്ടെങ്കിൽ സ്റ്റാർ റേറ്റിംഗ് 0 ആയി കൊടുക്കുക. സോ അത് ഹൈഡ് ആവും. ഓക്കെ, എന്നിട്ട് സേവ് കൊടുക്കുക. നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ അവസാനം സേവ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ഇത് ലാസ്റ്റ് നമുക്ക് എന്താ പറയുക, നമ്മുടെ സ്റ്റോർ ഫീച്ചേഴ്സ്, ഷിപ്പിങ്ങും കാര്യങ്ങളും, പിന്നെ പേയ്മെൻറ്റ്, ഈസി റിട്ടേൺസ്, 24 സപ്പോർട്ട്, ഇതൊക്കെ ഒരു ബേസിക് കോമൺ എല്ലാ സ്റ്റോറിൻ്റെ അകത്തും കാണുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. ഓക്കെ, ആൻഡ് സെക്കൻഡ് പാർട്ട് നമുക്ക് അതിൻ്റെ പ്രൊഡക്റ്റ് പേജിലേക്ക് പോകാം. ഓക്കെ, പ്രൊഡക്റ്റ് പേജിൻ്റെ അകത്ത് ബേസിക്കലി പ്രൊഡക്റ്റ് ടൈറ്റിൽ, പിന്നെ അതിൻ്റെ പ്രൈസ്. ഓക്കെ, ബിഫോർ ആഫ്റ്റർ പ്രൈസ്. ഇതിൽ ബേസിക്കലി
ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ഒരു സെക്ഷൻ ഫീച്ചർ പിൽസ്, ഈ ഒരു പിൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സൊക്കെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സെക്ഷനാണ്. ആക്ച്വലി ഇത് സെക്ഷനല്ല, ഇത് ബ്ലോക്കാണ്. ഈ ഒരു സെക്ഷൻ്റെ അണ്ടറിൽ വരുന്ന ബ്ലോക്സാണ് ഈ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഈ ഒരു ഷോപ്പിഫൈൻ്റെ സ്ട്രക്ചർ പഠിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓരോ സെക്ഷൻസിനും ഓരോ ബ്ലോക്സ് ഉണ്ടാവും. ഓക്കെ, ആ ബ്ലോക്സിൽ പെട്ടതാണ് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ സെക്ഷനിലെ ബ്ലോക്സാണ് ഈ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ ഈ പിൽസിൽ നമുക്കിപ്പോൾ ഹാൻഡ് മെയ്ഡ് ഇക്കോ ഫ്രണ്ട്ലി ഉണ്ട്. സോ അതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും സ്ട്രെച്ചബിൾ എന്നങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഇവിടെ ആഡായി വരും. ഓക്കെ, സോ ഈ കളർ നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഇവിടെ പറ്റും കേട്ടോ. ജസ്റ്റ് ബാക്ക് പോവുക, എന്നിട്ട് ഫീച്ചർ പിൽസ് പോവുക, എന്നിട്ട് ഇവിടെ പിൽ സ്റ്റൈലിങ്ങിൽ ഓവർ ബാക്ക്ഗ്രൗണ്ട് എന്തെങ്കിലും ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുക. സോ ഇത് ഹോവർ ചെയ്യുന്ന സമയത്ത് ആ ഒരു കളർ ഡിസ്ട്രാക്ഷൻ വരുന്നില്ല. ഓക്കെ, പിന്നെ അടുത്ത് വരുന്നൊരു സെക്ഷനാണ് ബണ്ടിൽ ഡിസ്കൗണ്ട്സ്. പിന്നെ അതിന് മുന്നേ ആയിട്ട് ഈ രണ്ട് സെക്ഷൻസും കൂടെ നമ്മുടെ ട്രസ്റ്റ് ബാഡ്ജും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ട്രസ്റ്റ് ബാഡ്ജിൻ്റെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇതിൻ്റെ അകത്ത് സ്റ്റാർ റേറ്റിംഗ് ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഒരു സ്റ്റാർ റേറ്റിംഗ് ഓപ്ഷൻ, ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്ന് ആഡ് ചെയ്യില്ല, എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ചെയ്യുക അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാം. ഓക്കെ, ഈ സ്റ്റാർ റേറ്റിങ്ങിൻ്റെ അത് നിങ്ങൾക്ക് ഈ പ്രൊഡക്റ്റ് ഇപ്പോൾ ഒരു 4 സ്റ്റാർ റേറ്റിങ്ങിലാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 4 സ്റ്റാർ, 5 സ്റ്റാർ ആണെങ്കിൽ 5 സ്റ്റാർ. ഓക്കെ, ജസ്റ്റ് നിങ്ങൾക്ക് എന്താ വേണ്ട 200+ ഹാപ്പി ക്ലയൻറ്റ്സ്. ഇതൊക്കെ നമ്മൾ ആക്ച്വലി ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ട്രസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ടുള്ള ബ്ലോഗ്സും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ വേറൊരു ട്രസ്റ്റ് അവതാസ്, നമുക്ക് ഇതിൻ്റെ കൂടെ ഈ ഹ്യൂമൻ ഫേസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഒരു റിയലിസ്റ്റിക് ഇതുണ്ടാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു ആൾക്കാരുടെ ഫേസ് കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ട് ഈ ഒരു ടൈപ്പ് ഓഫ് അവതാസ് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ടെക്സ്റ്റ്, ഇതിൻ്റെ ടെക്സ്റ്റിൽ പോവാം. ഓക്കെ, എന്നിട്ട് നമുക്ക് ഇവിടെ ടെക്സ്റ്റ് 200 others liked this product. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള ആഡ് ചെയ്യാം, നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ അതിൻ്റെ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് സെക്ഷനാണ് ഈ ബണ്ടിൽ ഡിസ്കൗണ്ട്സ്. ഇപ്പോൾ ഈ ബണ്ടിൽ ഡിസ്കൗണ്ട്സിൻ്റെ ഇതിൽ നമുക്ക് ബേസിക്കലി ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഹെഡ്ലൈൻ ഇപ്പോൾ ബൈ മോർ സേവ് മോറിൽ മാറ്റിയിട്ട് സേവ് മോർ വിത്ത് ബണ്ടിൽ നമുക്ക് ഇഷ്ടമുള്ള ഹെഡിങ്സ് ചൂസ് ചെയ്യാം. പിന്നെ ലിമിറ്റഡ് ടൈം സ്റ്റോക്ക് റേസ് റണ്ണിങ് ഡോ, നിങ്ങൾക്ക് ഈ സെക്ഷൻസ് നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് തന്നെ പിന്നെ നമുക്ക് ഈ ഒരു കൗണ്ടർ ഉണ്ട്. കൗണ്ടർ നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൗണ്ടർ എന്നുള്ളൊരു ഓപ്ഷൻ കാണും. ഓക്കെ, ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഡേറ്റ് ജസ്റ്റ് മാറ്റി കൊടുക്കും. ഇന്നിപ്പോൾ 26 ആണ്. ഇപ്പം ഞാനൊരു 26 ഓക്കെ രാത്രി 11:59 വരെയുള്ളൊരു ടൈം സെറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഞാൻ ഇതിൻ്റെ സേവ് കൊടുക്കുക. ഓക്കെ, സേവ് കൊടുക്കുമ്പോൾ ഈ ടൈമർ ഓൺ ആയിട്ട് കാണാം. ഇനിയിപ്പോൾ 6 മണിക്കൂറുണ്ട്, 40 minutes and 32 seconds. ഈ ഒരു ഓഫർ എത്ര ഉള്ളൂ മീൻസ് ഈ ഒരു കൈൻഡ് ഓഫ് ഇതിൽ നമുക്ക് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് സ്കെയർസിറ്റി, മീൻസ് ഈ ഓഫർ നമുക്ക് കുറച്ച് സമയത്തേക്ക് ഉള്ളൂ എന്നുള്ളൊരു സ്കെയർസിറ്റി വരും കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ആവറേജ് ഓർഡർ വാല്യൂ കൂട്ടാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ടയർ 1 ബൈ 1ൻ്റെ അകത്ത് നിങ്ങൾ ഡിസ്കൗണ്ട് ഒന്നും കൊടുക്കുന്നില്ല. അതേപോലെ പിന്നെ ബൈ 2 2 എടുക്കുന്ന സമയത്ത് നിങ്ങൾ 10% കൊടുക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് മാറ്റാം. ഇപ്പോൾ 15% ആണെങ്കിൽ 15%. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ആ പ്രൈസ് മാറുന്നതായിട്ട് കാണാം ഇവിടെ. ഓക്കെ, ഇപ്പോൾ 34. അപ്പോൾ ബൈ 3 എടുക്കുന്ന സമയത്ത് ഇത് 3 ഉണ്ടെങ്കിൽ 3 കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് അതേപോലെ 4 കൂടി ഉണ്ടെങ്കിൽ 4 കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഞാൻ ടയർ 4 ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാനിത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ താഴെയായിട്ട് വരുന്നത് അല്ലേ. സോ നമുക്ക് ഈ ഒരു സെക്ഷൻ്റെ അകത്ത് ഇതിപ്പോൾ 3 column ലേഔട്ടാണ് ഞാൻ ഡെസ്ക്ടോപ്പിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അത് നമുക്ക്
കോളം ലേഔട്ട് ആക്കുക. 2 കോളം ലേഔട്ട് ആക്കുന്ന സമയത്ത് അത് 2 കോളം വെച്ചിട്ട് വരും. ഇത് ആക്ച്വലി 4 കോളം ലേഔട്ട് വരില്ല, കാരണം ഈ ഒരു സ്പേസ് കുറച്ചും കൂടെ കൺജസ്റ്റഡ് ആയതിനെ കൊണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ഈ മൊബൈൽ വേർഷൻ്റെ അകത്തും ഇതേപോലെ 3 കോളം ലേഔട്ടാണ് വരുന്നത്. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, 2 കോളം ലേഔട്ട് കൊടുക്കാം. സോ അതും ഇതേപോലെ മൊബൈൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇത് ഡിസ്കൗണ്ട് നമുക്ക് ആഡ് ചെയ്യാനുള്ള സ്ഥലം. പിന്നെ അതേപോലെ ഈ ടയർ 1 ബാഡ്ജിൻ്റെ ടെക്സ്റ്റും കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഈ ഓരോ ഇപ്പം മോസ്റ്റ് പോപ്പുലർ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റും ബാഡ്ജും കാര്യങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റാൻ പറ്റും. പിന്നെ ടൈമർ ഓൾറെഡി നമ്മൾ സംസാരിച്ച് കഴിഞ്ഞ്. പിന്നെ മെയിൻ ടെക്സ്റ്റ് സൈസ്, ഇവിടുന്ന് നിങ്ങൾക്ക് ടെക്സ്റ്റ് സൈസും കാര്യങ്ങളൊക്കെ ചൂസ് ചെയ്യുക. പിന്നെ ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ്, ഞാനിപ്പോൾ കാണിച്ചത് ഡെസ്ക്ടോപ്പിൽ കസ്റ്റമൈസ് ചെയ്യുന്നതാണ്. നിങ്ങളെപ്പോഴും പ്രയോറിറ്റി കൊടുക്കേണ്ടത് മൊബൈലിൽ കസ്റ്റമൈസ് ചെയ്യാനാണ്. കാരണം നിങ്ങളെ ഫോണ്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഓഡിയൻസ് വരുന്നത് മൊബൈൽ ത്രൂ ആയിരിക്കും. സോ മൊബൈലിൽ മാത്രം കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കുക. ആൻഡ് പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത്, ഇതിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, ഇതിൽ നമുക്ക് ജസ്റ്റ് ഐക്കൺസ് ഒക്കെ വെച്ചിട്ട്, ഞാൻ പിന്നെയും പറയുകയാണ്, നിങ്ങൾക്ക് ഈ എല്ലാ സെക്ഷൻസും നിങ്ങൾ യൂസ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം യൂസ് ചെയ്യുക, ബാക്കിയുള്ളത് ഡിലീറ്റ് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കുക. ഇത് ഞാനൊരു ഡെമോ പർപ്പസിന് വേണ്ടി എല്ലാം കൂടെ കാണിക്കുന്നതെന്നുള്ളൂ. ഓക്കെ, ഇതിൽ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ച കുറേ കാര്യങ്ങളുണ്ട്. വോളിയം ഡിസ്കൗണ്ട്സ് ഉണ്ട്, ബൈ ബട്ടൺ, നോർമൽ ബൈ ബട്ടൺസ് ഒക്കെ ഞാൻ ഇത് ഓൾറെഡി ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള. നമ്മൾ ഈ ഒരു നോർമൽ ബൈ ബട്ടൺ ഇതൊക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ള. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു നോർമൽ ആക്സിലറേറ്റഡ് ചെക്കൗട്ട്. ഇതൊക്കെ ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, പിന്നെ ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട്സ്, ഇതും ഞാൻ ഹൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മീൻസ് ജസ്റ്റ് ഒരു ബാഡ്ജ് പോലെ ഒരു സാധനം, നിങ്ങൾക്ക് അതും കറൻ്റ്ലി ഞാനിപ്പോൾ അത് ഹൈഡ് ചെയ്ത് വെക്കാം. പിന്നെ അപ്സെൽ പ്രൊഡക്ട്സ്, നിങ്ങൾക്ക് എന്താ പറയുക, പ്രൊഡക്റ്റ് ടാഗ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് വെക്കാം. പിന്നെ മാൻഡറ്ററി അപ്സെൽസ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീരില്ല, അത്രക്കും സെക്ഷൻസും കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. പിന്നെ UGC വീഡിയോ, നിങ്ങൾ നേരത്തെ കണ്ട പോലെ നിങ്ങളുടെ സോഷ്യൽ മീഡിയ വീഡിയോസൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, വീഡിയോ ജസ്റ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ടെക്സ്റ്റ് വേണമെങ്കിൽ ടെക്സ്റ്റ്, പിന്നെ റിവ്യൂ വേണമെങ്കിൽ റിവ്യൂ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്തൊക്കെ വരും. പിന്നെ ഇതൊക്കെ 100% മൊബൈൽ റെസ്പോൺസീവാണ്. സോ നിങ്ങൾ അതിൻ്റെ ലേഔട്ടും കാര്യങ്ങളൊന്നും ടെൻഷൻ അടിക്കേണ്ട. കംപ്ലീറ്റ്ലി ഇത് ഓട്ടോമാറ്റിക്കലി അത് സെറ്റായിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ പ്രൊഡക്റ്റിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങൾ, പിന്നെ ഇവിടെ നമുക്കൊരു ബിഗ് ജംബോ ടെക്സ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് അഡ്വാൻസ്ഡ് പ്രയോറിറ്റീസ് ഹെഡ്, ഇതിപ്പോൾ നമ്മൾ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഡെമോ. ഓക്കെ, ഈ ഒരു ഡെമോ സ്റ്റോറിൻ്റെ ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ ആഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ അതിന് ശേഷം വരുന്നത് നമ്മൾ ഈ ഒരു ബാനർ, നമ്മുടെ വീണ്ടും ഫീച്ചേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അതും പ്രൊഡക്റ്റ് പേജിൻ്റെ അകത്ത് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലി ആ ഒരു പ്രൊഡക്റ്റിൻ്റെ സ്റ്റിക്കി ആഡ് ടു കാർട്ട്, അത് മൊബൈലിൻ്റെ അകത്തും. ഇപ്പോൾ നമ്മളൊരു സ്ക്രോൾ ചെയ്ത് താഴേക്ക് പോകുന്ന സമയത്ത് ഒരു ലിമിറ്റഡ് ഇതിൽ നമ്മൾ സ്ക്രോൾ ലാപ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി എനേബിൾ ചെയ്ത് വരും. ഓക്കെ, അതിൻ്റെ അത് നിങ്ങളൊന്നും ജസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. നിങ്ങൾക്കത് വേണ്ടാന്നുണ്ടെങ്കിൽ ഇത് ഇവിടുന്ന് ജസ്റ്റ് ഹൈഡ് ചെയ്ത് കൊടുത്താൽ മതി. സ്റ്റിക്കി ആയിട്ട് കാട്ട് ഇത് ജസ്റ്റ് ഹൈഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ അത് ഹൈഡായി. ഓക്കെ, സോ ദാറ്റ്സ് ഹൗ ഇറ്റ് വർക്ക്സ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ മൾട്ടിപ്പിൾ പ്രൊഡക്ട്സൊക്കെ നിങ്ങൾക്കുണ്ട്. പിന്നെ അതേപോലെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ഡിസ്കൗണ്ട്സൊക്കെ, ഡിഫറെൻറ്റ് പ്രൊഡക്ട്സിന് ഡിഫറെൻറ്റ് ഡിസ്കൗണ്ട്സാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ ഡീഫോൾട്ട് പ്രൊഡക്റ്റ് പോവുക, എന്നിട്ട് പ്രൊഡക്ട്സ് എടുക്കുക, എന്നിട്ട് ക്രിയേറ്റ് ടെംപ്ലേറ്റ് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് നിങ്ങൾ ആ പ്രൊഡക്റ്റിൻ്റെ പേര് വെച്ചിട്ട് ഒരു ടെംപ്ലേറ്റ് ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇതിൽ ഡെമോ ടെംപ്ലേറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ ഒരു ബേസ്ഡ് ഓൺ ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ ടെംപ്ലേറ്റിൽ ഞാനൊരു പുതിയൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കി. ഓക്കെ, എന്നിട്ട് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റ്
ഇപ്പം ഞാൻ ഇതിൻ്റെ ഡിസ്കൗണ്ട് ഞാൻ മാറ്റിയിട്ട് ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിസ്കൗണ്ട് ഈ ഡെമോ ടെംപ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടെംപ്ലേറ്റിലാണ് ഞാൻ ഇപ്പം ബിൽഡ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഡീഫോൾട്ട് പ്രൊഡക്റ്റ് അല്ല ബിൽഡ് ചെയ്യുന്നത്, ഈ ഒരു ടെംപ്ലേറ്റിലാണ് കേട്ടോ. ഇപ്പോൾ ഈ ഒരു ടെംപ്ലേറ്റിൻ്റെ അകത്ത് എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് 2 എടുക്കുന്ന സമയത്ത് 15%, 3 എടുക്കുന്ന സമയത്ത് 35% കൊടുക്കണം. ഓക്കെ, 4 എടുക്കുന്ന സമയത്ത് 50%. ഞാൻ ഇങ്ങനെ ഒരു ഡിസ്കൗണ്ട് കൊടുക്കുന്നത് ഈ ഒരു പെർട്ടിക്കുലർ പ്രൊഡക്റ്റിന്, വേറൊരു പ്രൊഡക്റ്റിനാണ്, ഈ പ്രൊഡക്റ്റ് അല്ല. ഓക്കെ, ജസ്റ്റ് സേവ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ബാക്കിൽ ജസ്റ്റ് എക്സിറ്റ് അടിക്കുക, ഓപ്പൺ ന്യൂ ടാബ്. എന്നിട്ട് നിങ്ങൾ പ്രൊഡക്ട്സിൽ പോയി കഴിഞ്ഞാൽ പ്രൊഡക്ട്സ് പോവുക, എന്നിട്ട് ഈ പ്രൊഡക്റ്റ് എഡിറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതിൻ്റെ ലാസ്റ്റിൽ നിങ്ങൾക്ക് തീം ടെംപ്ലേറ്റ് എന്നിട്ടൊരു ഓപ്ഷൻ കാണും. ഓക്കെ, നിങ്ങൾ ഏത് പ്രൊഡക്റ്റാണോ നിങ്ങൾ നേരത്തെ ടെംപ്ലേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിന് വേറൊരു ഡിസ്കൗണ്ട് പാറ്റേൺ അല്ലേ കൊടുത്തത്, സോ ആ പാറ്റേൺ നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ട് തീം ടെംപ്ലേറ്റിൻ്റെ അകത്ത് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അതിൽ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്തതിനാൽ നമുക്ക് ജസ്റ്റ് പ്രൊഡക്റ്റ് പേജിലേക്ക് വരാം. പ്രൊഡക്റ്റ് പേജൊക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ പറയാനുള്ളത്, നിങ്ങളെപ്പോഴും പ്രൊഡക്റ്റിൻ്റെ ഫോട്ടോസ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ AI ഒക്കെ വെച്ചിട്ട് ഇഷ്ടംപോലെ നല്ല പ്രൊഡക്റ്റൊക്കെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ആണെങ്കിൽ പോലും നിങ്ങൾ ആ പെർട്ടിക്കുലർ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാണ്ട് കുറച്ചും കൂടെ ക്ലീൻ ആൻഡ് നീറ്റായിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ നോക്കുക പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട്. എല്ലായിടത്തും കാണുന്ന പോലെ ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ ഒരു പെർട്ടിക്കുലർ ആ ഒരു ഇത് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാണ്ടിരിക്കുക. ഓക്കെ, പിന്നെ ഈ തീമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു തീം ജസ്റ്റ് ഞാൻ എല്ലാവർക്കും സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് ആദ്യത്തെ ഒരു 50 വാങ്ങിക്കുന്ന 50 അല്ലെങ്കിൽ 100 ആൾക്കാർക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഞാൻ അതിൻ്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ അത്രയും ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഞാൻ ഇതിന് 110 ലൈസൻസ് മാത്രമേ ഞാൻ ടെസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഓക്കെ, സോ ഈ ലിമിറ്റഡ് നമ്പർ ഓഫ് തീമായിരിക്കും. പിന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. സോ ആവശ്യമുള്ള ആൾ പർച്ചേസ് ചെയ്യുക. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഇമെയിൽ അഡ്രസ്സ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ആൻഡ് യു ക്യാൻ എക്സ്പെക്റ്റ് എനി സപ്പോർട്ട് ഫ്രോം ദ തീം. നിങ്ങൾക്ക് തീം റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാൻ മറക്കണ്ട. സോ സി യു അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. കൂടുതൽ എങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഇതിൻ്റെ കസ്റ്റമൈസേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.